വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ എല്ലാ വഴികളും അടഞ്ഞ ശേഷം ഏറ്റവും അവസാനം ചെയ്യുന്നൊരു കാര്യം ഈ വധശിക്ഷയ്ക്ക് തലേന്നും മറ്റുമൊക്കെയാണ് അവരുടെ അറ്റോർണിമാർ ഈ US സുപ്രീം കോർട്ടിൽ പോയി ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കും. ഒരു അവസാനഘട്ട ശ്രമം എന്ന നിലയിൽ മിക്കപ്പോഴും ആ ഹർജി സുപ്രീം കോടതി സ്വീകരിക്കുക പോലുമില്ല, കാണുക പോലും ചെയ്യുന്നില്ല. കാരണം അവസാന ഘട്ടത്തിലാണ്. അപ്പം ഈ വധശിക്ഷ പതിവ് പോലെ നടക്കുകയും ചെയ്യും. ചുരുക്കമായിട്ടാണ് സുപ്രീം കോടതി അത് പരിഗണിക്കുകയും ആ ശിക്ഷ നിർത്തിവെക്കാനോ വല്ലതും ഉത്തരവിടുകയും ചെയ്യുക. ഇവിടെ ഇപ്പോൾ കഥാപുരുഷൻ ഒരു നായയാണ്. ഈ കാലിഫോർണിയയിലെ വെഞ്ചുറ കൗണ്ടിയിൽ ബ്രൂസ് എന്ന ഒരു അനറ്റോളിയൻ ഷെഫേർഡ് ഡോഗ്. അങ്ങേരെ പലരെയും കടിച്ചു മുറിവേൽപ്പിച്ചു. ഒരു കൊച്ചിൻ്റെ മുഖമെല്ലാം കടിച്ചു പറിച്ചു. ഒരു സ്ത്രീയുടെ ഒരു കൈയെല്ലാം കടിച്ചു ഒരു പരുവത്തിലാക്കി. പിന്നെ വീൽ ചെയറിലിരുന്ന ഒരാളെ തട്ടിമറിച്ചിട്ടു. ഇങ്ങനെ നാനാവിധ ഉപദ്രവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒടുവിലെ അങ്ങേരെ പിടിച്ചു കെട്ടി ലോക്കൽ കോടതി പിന്നെ യുത്തനേഷ്യ, അതായത് വധശിക്ഷയ്ക്ക് ദയാപരമായിട്ട് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ, അദ്ദേഹമാണേലും അവനാണേലും എങ്ങനെയായാലും കുഴപ്പമില്ല, നായ അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ബുധനാഴ്ച രാവിലെ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് ആ പട്ടിയെ അധികൃതർ പിന്നെ കുത്തിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് കോടതിയുടെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ അറ്റോർണിമാർ പറയുന്നത് രാവിലെ തന്നെ അവരെ അറിയിച്ചതാണ്, ഞങ്ങളിങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ തങ്ങൾ ആവശ്യപ്പെട്ടത് കൂടുതലൊന്നുമല്ല, ഈ നായയെ കൊല്ലരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തുറന്നു വിടണമെന്നോ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. അതിനെ സംരക്ഷിക്കണം, അത് ജീവിച്ചു പോയിക്കോട്ടെ, കൊല്ലേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ തങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മിനിമം കാര്യം എങ്കിലും ചെയ്യേണ്ടതായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാണ് വക്കീലന്മാർ പറഞ്ഞത്. എങ്ങനെയായാലും ആ കേസ് പിറ്റേന്ന് വ്യാഴാഴ്ച ജസ്റ്റിസ് എലീന കാഗനാണ് അത് പരിഗണിച്ചത്. അത് പിറ്റേ ദിവസമാണ് അവരുടെ മുമ്പാകെ വരുന്നത്. അപ്പോൾ ഏതായാലും അവർ ആ കേസ് തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് തന്നെ കഥാപുരുഷൻ കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ കേസിന് പിന്നെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്തു. എന്തായാലും ഇതൊരു ഓഫ് ബീറ്റ്, ഒരു തമാശ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. നമ്മുടെ നാട്ടിൽ പേപ്പട്ടിക്ക് വേണ്ടി ആളുകൾ ബാധിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പ്രചോദനമാകും ഈ കേസ് എന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ കണ്ട ഒരു കാര്യമാണ്, പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഈ മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെയിനിയുടെ കാർഡിയോളജിസ്റ്റ്, അങ്ങനെ 27 വർഷം ചെയിനിയുടെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചെയിനിക്ക് സ്ഥിരമായിട്ട് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഹാർട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പേസ് മേക്കറും ഒക്കെ ഉപയോഗിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ അങ്ങേരാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ട്രംപിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി. അപ്പം അങ്ങേര് പല സന്ദേഹങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് ഈ ജൂണിൽ 80 വയസ്സ് കഴിഞ്ഞു, പിന്നെ 80 വയസ്സ് പൂർത്തിയായി. അപ്പം ഇനി 2 വർഷം കൂടെ കഴിഞ്ഞ് അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന നിലയിലായിരിക്കും അദ്ദേഹം സ്ഥാനം ഒഴിയുക. അപ്പോൾ ഇപ്പം തന്നെ അദ്ദേഹത്തിന് പലവിധ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് ഇങ്ങനെ ഈ ക്യാമറയിൽ നിന്ന്, ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നുമൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്ന ട്രംപിൻ്റെ ഒരു കൈ, പിന്നെ കയ്യിൽ എല്ലാം ചുവന്ന പാടുകളോ ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ കാലിന് നീരുവീഴ്ചയുണ്ട്. പിന്നെ ഈ മീറ്റിങ്ങുകളിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോതരം രോഗങ്ങളുടെ ലക്ഷണമാണ്, ഓരോതരം പ്രശ്നങ്ങളുടെ ലക്ഷണമാണ്. അപ്പോൾ അതൊന്നും ഈ അധികൃതർ, ഈ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരൊന്നും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പലവിധ ടെസ്റ്റുകളൊക്കെ നടത്തുന്നെങ്കിലും അതെല്ലാം എല്ലാം ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അറിയിക്കുന്നത്. അപ്പോൾ അത് അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നാണ് പിന്നെ പ്രസിഡൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണമെന്നാണ് ഈ ഡോക്ടർ സമർത്ഥിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പം ബ്രിട്ടനിലെ രാജാവിൻ്റെ പിന്നെ ക്യാൻസറാണ്. പക്ഷെ അതിനെപ്പറ്റി, ആ ചികിത്സയെപ്പറ്റിയോ അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് അത് രാജാവാണ്, അത് രാജഭരണമാണ്. ഇവിടെ അതല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അത്രയധികം അവകാശമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു ചൊല്ല് തന്നെ എന്താണ്, ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പിന്നെ ആ പ്രസിഡൻ്റ് ആകാനുള്ള ഒരു ഹാർട്ട് ബീറ്റ് എവേ, അതായത് ഒരു ഹാർട്ട് ബീറ്റ്, പ്രസിഡൻറ്റിൻ്റെ ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അന്നേരെ അടുത്തയാൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്തയാൾ, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിവില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ആരോഗ്യപരമായിട്ടുള്ള മറ്റൊക്കെ പിന്നെ ഈ ജോലി നിർവഹിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ
ഈ ക്യാബിനറ്റുള്ള അംഗങ്ങൾ ഭൂരിപക്ഷം അംഗങ്ങൾ ചേർന്നൊരു പ്രമേയം പാസ്സാക്കി പിന്നെ ഈ വൈസ് പ്രസിഡൻറ്റിനെയൊക്കെ അധികാരത്തിലേക്ക് കൊണ്ടുവരാം. ആ രീതിയിലൊരു ഭരണഘടനാ ഭേദഗതി തന്നെയുണ്ട്. നമ്മുടെ 25-ാം ഭരണഘടനാ ഭേദഗതിയിൽ അങ്ങനെയുള്ള ചില വകുപ്പുകളുമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും പ്രസിഡന്റ് ട്രംപിന് എന്തെങ്കിലും മാനസിക ഡിക്ലൈൻ എന്തെങ്കിലും ഒരു പിന്നെ കുറവ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം വളരെ ജില്ലെന്ന് ആരോഗ്യവാനായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും. 80 വയസ്സുള്ള ആൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് കരുതുന്നില്ല. കാരണം അദ്ദേഹം ഈ ഡേ ടു ഡേ വർക്ക് കൂടുതലും ഈ പോളിസി കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത് ചെയ്യുക, അല്ല ഇന്ന രീതിയിൽ പോവുക എന്നുള്ളത്. അങ്ങനെയല്ലാതെ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് നമ്മൾ കാണുന്നില്ല. ഈ ജിമ്മി കാർട്ടറുടെയൊക്കെ കാലത്ത് ഈ മൈക്രോ മാനേജ്മെൻറ്റ് ഓരോ കാര്യത്തിൻ്റെയും ഏറ്റവും നിസ്സാരമായ കാര്യം വരെ പ്രസിഡന്റ് കൈകാര്യം ചെയ്യുക, അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുക. അങ്ങനെ വന്നാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്നാണ് പറയാറ്. അപ്പം ഈ നല്ല പ്രസിഡന്റുമാർ ഇപ്പം റെയ്ഗൻ തന്നെ അതിനെ ആക്ഷേപിക്കുകയും അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് ഒരു പേജിലുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മതി ഏതെങ്കിലും കാര്യത്തെപ്പറ്റി, അല്ലാതെ ഒരുപാട് പേജുള്ള റിപ്പോർട്ടുകളൊന്നും വേണ്ട എന്ന് മാത്രമല്ല തൻ്റെ ഉത്തരവുകളാണ് കൊടുക്കുന്നത്. പിന്നെ നടപ്പാക്കുക മറ്റുള്ളവരുടെ ചുമതലയാണ്. അപ്പോൾ അത് മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെയും കണക്കാക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കേസ് കൂടെ, നമ്മൾ ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയർ, പിന്നെ അത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ സംവിധാനമാണ്. പലവിധ ഓക്സ്ഫോർഡ്, യറ്റ്ന, മറ്റ് പലവിധ കമ്പനികളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ സിഇഒയെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് വെടിവെച്ച് വന്ന ലൂയി മഞ്ചിയോണി എന്ന് പറഞ്ഞ 28-കാരൻ. അപ്പോൾ അയാൾ ഇന്ന് ഫെഡറൽ കോർട്ടിൽ കുറ്റം സമ്മതിച്ചു. അപ്പോൾ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ ചുറ്റിക്കൂടി നടന്ന് ഉപദ്രവിക്കാൻ വേണ്ടി അല്ല അപായപ്പെടുത്താൻ വേണ്ടി ഈ സ്റ്റോക്കിംഗ് എന്ന ചാർജാണ് ഇയാൾക്കെതിരെ അവിടെ എടുത്തിരിക്കുന്നത് ഈ ഫെഡറൽ കോടതിയിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിന് ഒരു ജീവപര്യന്തം അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്കെതിരെ കൊലക്കേസ്, കൊലപാതകത്തിനും മറ്റു വകുപ്പുകളെല്ലാം ചേർത്ത് ഈ സ്റ്റേറ്റ് കോടതിയിൽ വേറെയും കേസുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ ഒരു കേസിൽ ഒരു സംഭവത്തിൽ പിന്നെ ഫെഡറൽ കോടതിയിൽ വിചാരണ നടന്നു, ശിക്ഷ വന്നു, ശിക്ഷ വരാൻ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ കാര്യം തന്നെ സ്റ്റേറ്റ് കോടതിയിൽ അതിൻ്റെ പേരിൽ പിന്നെയും വിചാരണയും കേസും, അത് ബുദ്ധിമുട്ടാണ്. അതിൽ ഡബിൾ ജപ്പടി, അത് നിയമപരമായിട്ട് അതിന് പരിരക്ഷയില്ല എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ വധശിക്ഷയോ അങ്ങനെ ജീവപര്യന്തം, പരോളില്ലാത്ത ജീവപര്യന്തം ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെ വന്നാലും ഇയാൾക്കും ഈ മഞ്ചോണിക്കും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. കാരണം ഈ കൊന്നത് ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ സിഇഒ ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസുകാർ സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന പിന്നെ ദുഷ്ടകൃത്യങ്ങൾ, അതായത് അവരുടെ പല ചികിത്സയ്ക്കും ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കില്ല, പിന്നെ ഈ ചികിത്സ നടത്തിക്കഴിഞ്ഞാൽ അതിന് ഫണ്ട് കിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ജനങ്ങളുടെ എല്ലാം പ്രതിഷേധം ശക്തമായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഇങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊലയാളിക്ക് ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തു. എന്തായാലും അയാളുടെ വധശിക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പം വ്യക്തമായിരിക്കുന്നത്. ഇപ്പം ഈ സ്റ്റേറ്റ് തലത്തിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിലൊന്നും വധശിക്ഷ ഇല്ലെങ്കിൽ കൂടി ഫെഡറൽ തലത്തിലുണ്ട് വേണമെങ്കിൽ. അപ്പോൾ ആ ഫെഡറൽ തലത്തിലും വധശിക്ഷ ഒന്നും കിട്ടില്ല, ഈ പിന്നെ ജീവപര്യന്തത്തിൽ ഒതുങ്ങുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്.